ദുബായിൽ മാലിന്യ നിക്ഷേപത്തിനെതിരെ നടപടികൾ ശക്തമാക്കിക്കൊണ്ടുള്ള പുതിയ ഭേദഗതികൾ നിലവിൽ വന്നു. അലക്ഷ്യമായി മാലിന്യങ്ങൾ തള്ളിയാൽ കനത്ത പിഴ ഈടാക്കും. ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഇത് സംബന്ധിച്ചുള്ള നിയമ ഭേദഗതി പ്രഖ്യാപിച്ചത്. മലിനജലം തുറസായ സ്ഥലങ്ങളിലോ അനുമതിയില്ലാത്ത ഇടങ്ങളിലോ ഒഴുക്കിയാൽ 1 ലക്ഷം ദിർഹമാണ് പിഴ. ഖര ജലമാലിന്യമോ ചവറുകളോ കെട്ടിടാവശിഷ്ടങ്ങളോ കോൺക്രീറ്റ് കയറ്റി പോകുന്ന വാഹനങ്ങളിൽ നിന്ന് പൊതുവഴിയിൽ പതിക്കുകയോ ഇവ അനുമതിയില്ലാത്ത ഇടങ്ങളിൽ ഉപേക്ഷിക്കുകയോ ചെയ്താൽ 1.5 ലക്ഷം ദിർഹം പിഴ ചുമത്തും. ദുബായിൽ കഴിഞ്ഞ 1 വർഷത്തിനിടെ 1 ബില്യൺ ദിർഹമിന്റെ വ്യാജ ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ഇക്കണോമിക് വകുപ്പ് വ്യക്തമാക്കി. മൊത്തം 6.3 കോടി വ്യാജ ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. 2014-ൽ 18.8 കോടി ദിർഹം വില വരുന്ന 3.7 കോടി ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയിരുന്നത്. കുവൈറ്റിൽ സർക്കാർ ജോലികളിൽ പ്രവാസികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ ആലോചന. നിലവിൽ ഒഴിവ് വരുന്ന ജോലികളിൽ പ്രവാസികളെ നിയമിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. ഓരോ വർഷവും സർക്കാർ ജോലിയിൽ നിന്നും 25% പ്രവാസികളെ പിരിച്ചുവിട്ട് സ്വദേശികളെ നിയമിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവാസികൾക്ക് അവസരം വർദ്ധിച്ചു വരുന്നതായി പത്രം റിപ്പോർട്ട് ചെയ്തു. അധ്യാപക തസ്തികകളിൽ സ്വദേശികൾക്കോ മറ്റ് GCC പൗരന്മാർക്കോ പഠിപ്പിക്കാൻ കഴിയുന്ന വിഷയങ്ങളിൽ മാത്രമാണ് നിലവിൽ പിരിച്ചുവിടൽ നടക്കുന്നത്. പിരിച്ചുവിടുന്ന പ്രവാസികൾക്ക് വിസ പുതുക്കുന്നതിനും പുതിയ വിസ നൽകുന്നതിനും വിലക്ക് ഏർപ്പെടുത്താൻ ആലോചിക്കുന്നതായി പത്രം റിപ്പോർട്ട് ചെയ്തു. UAE-യിൽ 5-ൽ-1 അലർജി പ്രശ്നങ്ങളുണ്ടെന്ന് ദുബായ് ഹെൽത്ത് അതോറിറ്റി. ബാഹ്യവസ്തുക്കളുടെ പ്രതിപ്രവർത്തനം മൂലമുണ്ടാകുന്ന അലർജി രോഗപ്രശ്നങ്ങൾ ശരിയായി കണ്ടുപിടിക്കുകയും ചികിത്സിക്കുകയും ചെയ്താൽ മാത്രമേ ഭേദമാകൂവെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. DHAയുടെ കീഴിൽ ലത്തീഫ ആശുപത്രിയിൽ ഓരോ വർഷവും 1000-ന് മേലെ കുട്ടികൾ അലർജി, ആസ്മ രോഗത്തിന് ചികിത്സ തേടിയെത്തുന്നുണ്ട്. ഭക്ഷ്യവസ്തുക്കളിൽ നിന്നുള്ള അലർജി എന്നിവയാണ് ഏറ്റവും കൂടുതലുള്ളതെന്ന് വ്യക്തമായിട്ടുണ്ടെന്നും അധികൃതർ പറയുന്നു. കുവൈറ്റിൽ ട്രാഫിക് നിയമലംഘകർക്കെതിരെ നടപടി ശക്തമാക്കുന്നു. കഠിനമായ പിഴകൾക്ക് പുറമെ 60 ദിവസത്തേക്ക് വാഹനങ്ങൾ ജപ്തി ചെയ്യുന്നത് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് അൽ ഖാലിദ് അറിയിച്ചു. നമ്പർ പ്ലേറ്റുകൾ ഇല്ലാത്ത വാഹനങ്ങൾ, 1 നമ്പർ പ്ലേറ്റ് മാത്രം ഘടിപ്പിച്ച വാഹനങ്ങൾ, അശ്രദ്ധമായ ഡ്രൈവിംഗ്, അപകടകരമായ വസ്തുക്കൾ വാഹനങ്ങളിൽ വെച്ച് യാത്ര ചെയ്യുക, ശബ്ദ മലിനീകരണങ്ങൾ ഉണ്ടാക്കുന്ന വാഹനങ്ങൾ എന്നിവയ്ക്ക് കനത്ത പിഴ നൽകേണ്ടി വരും. വിരലടയാളം രേഖപ്പെടുത്താത്ത വിദേശികൾക്ക് സൗദി ജവാസാത്തിന്റെ സേവനം ലഭിക്കില്ലെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ദമാമിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി MM നയീം ചേരുകയാണ്. നയീം, കൂടുതൽ വിവരങ്ങൾ എന്താണ്? ബയോമെട്രിക് വിവരങ്ങൾ സൗദി പാസ്പോർട്ട് ഓഫീസിൽ ഹലോ നയീം, തുടരാം. ആരാണ് വായിക്കുന്നത്? നയീം പറഞ്ഞോളൂ. സാങ്കേതിക തകരാറുകൾ ക്ഷമിക്കണം. മറ്റൊരു വാർത്തയിലേക്ക്. സാംക്രമിക രോഗമുള്ള വിദ്യാർത്ഥികളുടെ പ്രവേശനം തടയാൻ സ്കൂൾ മേധാവികൾക്ക് അധികാരമുണ്ടായിരിക്കുമെന്ന് സൗദി വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. സ്കൂളിൽ വെച്ച് രോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ പ്രത്യേക പരിചരണ മുറിയിലേക്കും പിന്നീട് ആശുപത്രികളിലേക്ക് മാറ്റാനും അധികാരമുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി. മറ്റ് അപകടകരമായ രോഗമുള്ള വിദ്യാർത്ഥിയോ അധ്യാപകരെയോ വിദ്യാലയങ്ങളിൽ പ്രവേശിപ്പിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്താൻ വിദ്യാലയ മേധാവികൾക്ക് അധികാരമുണ്ടായിരിക്കുമെന്ന് സൗദി വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. സ്കൂളിൽ വെച്ച് രോഗം ശ്രദ്ധിക്കപ്പെട്ടാൽ പ്രത്യേക പരിചരണ മുറിയിലേക്കും പിന്നീട് ആശുപത്രികളിലേക്ക് മാറ്റാനും അധികാരമുണ്ട്. സാംക്രമിക രോഗമുള്ളവരെ വീണ്ടും സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതിന് രോഗം മാറി എന്ന് തെളിയിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ട് ഹാജരാക്കണം. അനധ്യാപകരായ ജീവനക്കാരെ ഏത് വിഭാഗത്തിലേക്ക് മാറ്റാനും അധ്യാപകർക്ക് യോഗ്യതയുള്ള പരീക്ഷയിൽ 85% താഴെ മാർക്കുള്ള അധ്യാപകരെ മറ്റൊരു വിദ്യാലയത്തിലേക്ക് മാറ്റുന്നതിനും അധികാരമുണ്ടാകും. സ്കൂൾ ജീവനക്കാരുടെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ എന്നിവർ മരിച്ചാൽ 3 ദിവസവും, സഹോദരങ്ങളാണ് മരിക്കുന്നതെങ്കിൽ 1 ദിവസവും ശമ്പളത്തോടെ അവധി നൽകാൻ മേധാവിക്ക് അവകാശമുണ്ട്. എന്നാൽ ഭാര്യയുടെ പ്രസവത്തിന് 1 ദിവസം മാത്രമായിരിക്കും അവധി നൽകുക. വിദ്യാലയത്തിൽ വ്യവസായ പ്രമുഖരും മറ്റ് കെട്ടിടങ്ങൾ സംഭാവനയായി നിർമ്മിക്കുന്നതിന് അനുമതി തേടുന്ന പക്ഷം അനുമതി നൽകാനും കെട്ടിടങ്ങൾക്ക് ബ്ലോക്കുകൾക്കും രാജ്യസേവനത്തിനിടെ വീരമൃത്യു വരിച്ച രക്ഷിതാക്കളുടെ പേർ നൽകുന്നതിനും അധികാരമുണ്ടായിരിക്കും. ന്യൂസ് ബ്യൂറോ, ദമാം. ഓഹരി വിൽപ്പന തുടങ്ങിയാലും സൗദി അറേബ്യയുടെ ദേശീയ എണ്ണ കമ്പനിയായ അരാംകോയുടെ ഭൂരിഭാഗം ഓഹരികളും സർക്കാർ തന്നെ കൈവശം വയ്ക്കുമെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അമീൻ നാസർ സൗദി അരാംകോയുടെ പ്രതിവാര പ്രസിദ്ധീകരണമായ അറേബ്യൻ സണ്ണിൽ എഴുതിയ മുഖലേഖനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കുന്നത്.
ഓഹരി വിൽപ്പന തുടങ്ങിയാലും സൗദി അറേബ്യയുടെ ദേശീയ എണ്ണ കമ്പനിയായ അരാംകോയുടെ ഭൂരിഭാഗം ഓഹരികളും സർക്കാർ തന്നെ കൈവശം വയ്ക്കുമെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അമീൻ നാസർ സൗദി അരാംകോയുടെ പ്രതിവാര പ്രസിദ്ധീകരണമായ അറേബ്യൻ സണിൽ എഴുതിയ ലേഖനത്തിൽ വ്യക്തമാക്കി. സർക്കാരിന്റെ പുതിയ സ്വകാര്യവൽക്കരണ നയങ്ങളും സമഗ്രമായ സാമ്പത്തിക പരിഷ്കാര നടപടികളുമാണ് ഓഹരി വിൽപ്പന നീക്കത്തിന് കാരണം. വിപണിയിലെ വിപുലമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി രാജ്യത്തിന്റെ സമഗ്ര സാമ്പത്തിക വളർച്ചയ്ക്കുതകുന്ന തീരുമാനങ്ങളാണ് കൈക്കൊണ്ടുവരുന്നത്. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ കെമിക്കൽ സ്ഥാപനമെന്ന നിലയിൽ അരാംകോയെ ശക്തിപ്പെടുത്തുകയെന്ന ദീർഘകാല ശ്രമങ്ങൾക്ക് ഊർജം പകരുന്നതാകും ഏത് തീരുമാനവും. അതേസമയം ഉപഭോക്താക്കൾ പ്രതീക്ഷിക്കുന്ന ഉന്നത ഗുണനിലവാരം നിലനിർത്താനും തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് അമീൻ നാസർ ചൂണ്ടിക്കാട്ടി. സാധ്യതകൾ വിശദമായി പഠിച്ചു വരികയാണെന്നും ചരിത്രപരവും നിർണായകവുമായ ഈ തീരുമാനത്തിന്റെ വിശദാംശങ്ങൾ ഉടൻ എല്ലാവരെയും അറിയിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. രാജ്യത്തെ സ്വകാര്യവൽക്കരണ സംരംഭങ്ങളുടെ ഭാഗമായി അരാംകോയുടെ ഓഹരികൾ വിൽക്കുന്ന കാര്യം പരിഗണനയിലുണ്ടെന്ന് കഴിഞ്ഞ ആഴ്ച ഇക്കണോമിസ്റ്റ് മാഗസിന് നൽകിയ അഭിമുഖത്തിൽ രണ്ടാം കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ സൂചിപ്പിച്ചിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയാണ് 265 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ കരുതൽ ശേഖരമുള്ള സൗദി അരാംകോ. ആഗോള കരുതൽ ശേഖരത്തിന്റെ 15% വരും ഇത്. ന്യൂസ് ബ്യൂറോ, ദമാം. വോയിസ് ഓഫ് കേരളയുടെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പത്തേമാരിയിലൂടെ വീണ്ടും പരിപാടിക്ക് UAEയിൽ തുടക്കമായി. 1960കളിൽ പത്തേമാരിയിൽ ഖോഫർഖാനയിൽ വന്നിറങ്ങിയ മുൻകാല പ്രവാസികളിൽ നിന്ന് ശ്രോതാക്കളുടെ സഹായത്തോടെ തിരഞ്ഞെടുത്ത 10 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പത്തേമാരിയിലൂടെ വീണ്ടും എന്ന പരിപാടി സംഘടിപ്പിക്കുന്നത്. ജനുവരി 14 മുതൽ 17 വരെയാണ് പരിപാടി. ഇതുമായി ബന്ധപ്പെട്ട വാർത്താസമ്മേളനത്തിൽ പത്തേമാരി സിനിമാ ഡയറക്ടർ സലീം അഹമ്മദ്, നടൻ ശ്രീനിവാസൻ എന്നിവർ പങ്കെടുത്തു. കേരള സർക്കാർ നടപ്പിലാക്കിയ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയെ സ്വാഗതം ചെയ്യുന്നതായി അസറ്റ് ഹോംസ് മാനേജിംഗ് ഡയറക്ടർ വി സുനിൽകുമാർ അറിയിച്ചു. പ്രവാസികൾക്ക് കേരളത്തിൽ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപത്തിന് ഇത് വളരെ അനുകൂലമായ സമയമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അസറ്റ് ഹോംസിന്റെ ആനിവേഴ്സറി ജാക്ക്പോട്ട് ഓഫർ വഴി നറുക്കെടുപ്പിലൂടെ ഒരാൾക്ക് വീട് സൗജന്യമായി നൽകുമെന്നും വി സുനിൽകുമാർ പറഞ്ഞു. റിയാദിൽ കഴിഞ്ഞ വർഷം 627 പേർക്ക് വൃക്ക മാറ്റൽ ശസ്ത്രക്രിയ നടത്തിയതായി സൗദി ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ സെന്റർ മേധാവി ഡോക്ടർ ഫൈസൽ ഷാഹിൻ അറിയിച്ചു. ഇതോടെ സൗദിയിൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ സെന്ററിന് കീഴിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയവരുടെ എണ്ണം 9000-ആയി ഉയർന്നു. കഴിഞ്ഞ വർഷം 627 പേർക്ക് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയതായി സൗദി ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ സെന്റർ മേധാവി ഡോക്ടർ ഫൈസൽ ഷാഹിൻ അറിയിച്ചു. ഇതോടെ സൗദിയിൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ സെന്ററിന് കീഴിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയവരുടെ എണ്ണം 9000-ആയി ഉയർന്നു. സൗദിയിൽ മരിച്ചവരിൽ നിന്ന് 2894 വൃക്ക ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ട്. അതുപോലെ ജീവിച്ചിരിക്കുന്നവരുടെ വൃക്കദാനത്തിന് വേണ്ടി 6316 ശസ്ത്രക്രിയകളും നടത്തി. ഇതിനകം 1610 കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ട്. ഇവയിൽ 794 എണ്ണം മരിച്ചവരിൽ നിന്നും 816 എണ്ണം ജീവിച്ചിരിക്കുന്നവരിൽ നിന്നുമാണ്. 280 പേർക്ക് ഹൃദയം മാറ്റിവെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മരണശേഷം അവയവങ്ങൾ ദാനം ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 31 ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ നടന്നു. സൗദി ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ സ്ഥാപിച്ചതു മുതൽ ഇതുവരെ 10591 മസ്തിഷ്ക മരണം സംഭവിച്ചിട്ടുണ്ട്. 9 വർഷങ്ങൾക്ക് മുൻപാണ് സെന്റർ സ്ഥാപിതമായത്. മസ്തിഷ്ക മരണം സംഭവിച്ചവരിൽ കൂടുതലും പുരുഷന്മാരാണ്. ഇവരിൽ 62% പേരുടെയും പ്രായം 40 വയസ്സിൽ താഴെയാണ്. മസ്തിഷ്ക മരണഘട്ടത്തിൽ അവയവദാനത്തിന് 39% കുടുംബങ്ങൾ മാത്രമേ സമ്മതം നൽകിയിട്ടുള്ളൂ. ബാക്കി 61% കുടുംബങ്ങളും നിരസിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ദമാം. മറ്റു വാർത്തയിലേക്ക്. ദമാം കോർണീഷിൽ പ്രവർത്തനം ആരംഭിച്ച ലുലു മാളിൽ മലബാർ ഗോൾഡിന്റെ സൗദിയിലെ 9ാമത്തെ ഷോറൂം, ജോയി ആലുക്കാസിന്റെ സൗദിയിലെ 6ാമത്തെ ഷോറൂമും പ്രവർത്തനം ആരംഭിച്ചു. ഇരു ഷോറൂമുകളുടെയും ഉദ്ഘാടനം പ്രിൻസ് സൗദ് ബിൻ അബ്ദുൽ അസീസ് നിർവഹിച്ചു. ദമാം മുനിസിപ്പാലിറ്റി പ്രസിഡന്റ് എഞ്ചിനീയർ അബ്ദുള്ള ബിൽ അഹമ്മദ്, ലുലു ഗ്രൂപ്പ് മാനേജർ MA യൂസഫ് അലി, എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി, MA ഡയറക്ടർമാരായ അൽതാഫ് മുഹമ്മദ്, സാലിം MA, ഇറാം ഗ്രൂപ്പ് CMD സിദ്ദീഖ്, മലബാർ ഗോൾഡ് സൗദി ഡയറക്ടർ ഗഫൂർ ഇടകുനി, ജോയ് ആലുക്കാസ് സൗദി ഡയറക്ടർ ദിലീപ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നടത്തിയ വർഗീയ ഭീകരതയ്ക്കെതിരെ നിവർന്നു നിൽക്കുക, മുട്ടിലിഴയരുത് എന്ന ദേശീയ ക്യാമ്പയിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ സോഷ്യൽ ഫോറം റിയാദ് സെൻട്രൽ കമ്മിറ്റി ജനുവരി 15 മുതൽ ഫെബ്രുവരി 15 വരെ റിയാദിലും ക്യാമ്പയിൻ നടത്തുന്നു. ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും മതസഹിഷ്ണുതയും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ സോഷ്യൽ ഫോറം നടത്തുന്ന ഈ ക്യാമ്പയിൻ വിജയിപ്പിക്കണമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ ബഷീർ ഇങ്ങാപ്പുഴ, കോയ ഫറോക്ക, ഹസൻ അബ്ബാസ്, മുസ്തഫ ചാവക്കാട്, മുഹമ്മദ് ഷെരീഫ്, കബക് ഫൈസൽ, മുഹമ്മദ് റാസ
തുടങ്ങിയവർ പങ്കെടുത്തു. സൗദി KMCC നാഷണൽ കമ്മിറ്റി ആദ്യമായി നടപ്പിലാക്കിയ ഏകീകൃത മെമ്പർഷിപ്പ് ക്യാമ്പയിന് പ്രവാസികളിൽ നിന്ന് ആവേശകരമായ പ്രതികരണം. സേവന രംഗത്ത് 4 പതിറ്റാണ്ട് പിന്നിടുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സർക്കാരേതര ജീവകാരുണ്യ പ്രസ്ഥാനമായ KMCCയിൽ അംഗമാകാൻ പ്രവാസി മലയാളികൾ കാണിക്കുന്ന താൽപ്പര്യം സന്തോഷകരമാണെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. KP മുഹമ്മദ് കുട്ടി, അഷ്റഫ് വേങ്ങാട്, മൊയ്തീൻ കോയ, കുന്നുമേൽ കോയ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എറണാകുളം ജില്ലാ പ്രവാസി അസോസിയേഷൻ 5ാം വാർഷികാഘോഷം മെട്രോ ഫെസ്റ്റ് 2016 സംഘടിപ്പിക്കുന്നു. നൂറൽ മാസ് ഓഡിറ്റോറിയത്തിൽ വിവിധ കലാപരിപാടികളോടെ വെള്ളിയാഴ്ച പരിപാടി നടക്കും. സംവിധായകൻ IV ശശിയോടൊപ്പം ഗായകരായ കിഷോർ ആർമേനോൻ, നിസാം അലി നയിക്കുന്ന സംഗീത വിരുന്നും നടക്കും. പ്രവാസ ലോകത്തെ വിവിധ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ചടങ്ങിൽ ആദരിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ, പ്രദീപ് മേനോൻ, ഡെന്നീസ് തുടങ്ങിയവർ പങ്കെടുത്തു. ജിദ്ദയിലെ നൃത്താധ്യാപിക ഷെൽന വിജയുടെ നേതൃത്വത്തിൽ നടത്തുന്ന മുദ്ര നൃത്ത വിദ്യാലയത്തിന്റെ വാർഷികാഘോഷം ജിദ്ദ കോൺസുലേറ്റിൽ വെച്ച് നടത്തുന്നു. നാളെ വൈകുന്നേരം 6:30 കണ്ണകി എന്ന പേരിൽ നൃത്തവും ബാലയും സമന്വയിപ്പിച്ചു ഉള്ള കലാപരിപാടി കോൺസുൽ ജനറൽ BS മുബാറക് ഉദ്ഘാടനം ചെയ്യും. കുവൈറ്റ് വിഷൻ ക്രിക്കറ്റ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 3ാമത് 2020 ക്രിക്കറ്റ് ടൂർണമെന്റ് ജനുവരി 15 ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. 12 ടീമുകളാണ് ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുന്നത്. കുവൈറ്റ് മലയാളി അസോസിയേറ്റഡ് ക്ലബ് കേരള ഫുട്ബോൾ എക്സ്പോർട്ട് അസോസിയേഷനുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന ഏകദിന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ജനുവരി 15 മിഷ്രിഫ് പബ്ലിക് അതോറിറ്റി ഫോർ യൂത്ത് ആൻഡ് സ്പോർട്സ് സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇന്ത്യയിലും കേരളത്തിലും പ്രശസ്തരായ കളിക്കാർ ടൂർണമെന്റിൽ പങ്കെടുക്കും. സോളാർ കേസ് പ്രതി സരിത എസ് നായർക്ക് വേണ്ടി സന്ദർശക രജിസ്റ്ററിൽ തിരുത്തൽ നടന്നിട്ടുണ്ടെന്ന് ജയിൽ IG കമ്മീഷന് മൊഴി നൽകി. രജിസ്റ്ററിലെ ഗുരുതര പിഴവുകൾ കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു IG-യുടെ ഏറ്റുപറച്ചിൽ. അതിനിടെ വിവാദ കത്ത് ഹാജരാക്കാൻ സരിതയ്ക്ക് കമ്മീഷൻ കർശന നിർദ്ദേശം നൽകി. സന്ദർശക രജിസ്റ്ററിൽ തിരുത്തലുകൾ നടന്നിട്ടുണ്ട് എന്നാണ് ജയിൽ IG ഗോപകുമാർ സോളാർ കമ്മീഷന് മുമ്പാകെ സമ്മതിച്ചത്. സോളാർ കേസ് പ്രതി സരിത എസ് നായരെ സന്ദർശിച്ചവരെ പ്രത്യേക നിരത്തിലുള്ള മഷി ഉപയോഗിച്ച് രേഖപ്പെടുത്തിയതും പലയിടത്തും സന്ദർശക കോളങ്ങൾ പൂരിപ്പിക്കാതെ ഒഴിച്ചിട്ടതും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. മിക്കയിടത്തും സന്ദർശന സമയം രേഖപ്പെടുത്താത്തതും ചൂണ്ടിക്കാട്ടിയ കമ്മീഷൻ ഇതെല്ലാം മനഃപൂർവ്വം വരുത്തിയ തെറ്റുകളല്ലേ എന്ന് ചോദിച്ചു. ഈ വേളയിലാണ് രജിസ്റ്ററിൽ കുഴപ്പങ്ങളുണ്ട് എന്ന് IG ഗോപകുമാറിന്റെ ഏറ്റുപറച്ചിൽ. നേരത്തെ അട്ടക്കുളങ്ങര ജയിൽ സൂപ്രണ്ട് കമ്മീഷന് മുമ്പാകെ സന്ദർശക രജിസ്റ്റർ ഹാജരാക്കിയിരുന്നു. രജിസ്റ്ററിലെ വെട്ടിത്തിരുത്തലുകളും പേജുകൾ ഇളക്കി മാറ്റിയതും വെള്ളപ്പേപ്പർ കൊണ്ട് ഒട്ടിച്ച് പല പേരുകളും മറച്ചുവെച്ചതുമടക്കമുള്ള ഗുരുതര തെറ്റുകളായിരുന്നു അന്ന് കമ്മീഷന്റെ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നത്. രജിസ്റ്ററിൽ കൃത്രിമം കാണിച്ച് സോളാർ കേസിൽ ആരോപണ വിധേയരും സരിത നായരെ ജയിലിൽ സന്ദർശിച്ചവരുമായ മന്ത്രിമാരടക്കമുള്ളവരെ രക്ഷിക്കാൻ സർക്കാർ നടത്തിയ ഇടപെടലുകളാണ് IG ഗോപകുമാർ കമ്മീഷന് മുമ്പാകെ സമ്മതിച്ചത്. അതിനിടെ സരിത എസ് നായർ മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിച്ച വിവാദ കത്ത് കമ്മീഷന്റെ പരിധിയിൽ വരുമെന്ന് ജസ്റ്റിസ് G ശിവരാജൻ വ്യക്തമാക്കി. 27 പേജുള്ള കത്ത് സമർപ്പിക്കാൻ സരിത എസ് നായർക്ക് കമ്മീഷൻ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ബാർ കോഴ കേസ് പരിഗണിക്കുന്നത് ശനിയാഴ്ചത്തേക്ക് മാറ്റി. തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടേതാണ് തീരുമാനം. അതേസമയം കോടതി തന്നെ തെളിവുണ്ടെന്ന് പറഞ്ഞ കേസിൽ തെളിവില്ലെന്ന റിപ്പോർട്ട് നൽകിയ വിജിലൻസ് SP സുകേശനെ പുറത്താക്കണമെന്ന് PC ജോർജ് ആവശ്യപ്പെട്ടു. മാണിയുടെ മടങ്ങിവരവിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി തീരുമാനമെടുക്കുമെന്ന് VM സുധീരൻ വ്യക്തമാക്കി. കോഴയ്ക്ക് തെളിവുണ്ടെന്ന് കോടതി കണ്ടെത്തി ഇല്ലെന്ന് റിപ്പോർട്ട് നൽകിയ വിജിലൻസ് SP R സുകേശനെ പുറത്താക്കണമെന്ന് കേരള കോൺഗ്രസ് സെക്കുലർ നേതാവ് PC ജോർജ് പറഞ്ഞു. അരുവിക്കര തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സുകേശന്റെ ഭാര്യയ്ക്ക് ക്രമവിരുദ്ധമായി സ്ഥലം മാറ്റം നൽകിയതിന്റെ പൊരുൾ ഇപ്പോഴാണ് മനസ്സിലായതെന്നും PC ജോർജ് പറഞ്ഞു. അരുവിക്കരയിലേക്ക് സുകേശന്റെ ഭാര്യ, അവിടെ ആ വീട് കഴക്കൂട്ടമാണ്, അടുത്തോട്ട് മാറ്റി. ഞാനൊന്നും മിണ്ടിയില്ല. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായ മാറ്റിയതിന് കാര്യം എന്താണ് മനസ്സിലായത്. 2 കിടക്ക വാങ്ങിയതിന് തെളിവുണ്ടെന്ന് ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതി അഡ്മിറ്റ് ചെയ്തു. ഇനി എങ്ങനെ അതില്ലെന്ന് പറയാൻ പറ്റും? KM മാണിയെ മന്ത്രിസഭയിൽ തിരിച്ചെടുക്കണമോ എന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ പറഞ്ഞു. സ്വാഭാവികമായി അദ്ദേഹത്തിന് വരുന്നതിനുള്ള തടസ്സങ്ങൾ മാറിയാൽ, സാങ്കേതികമായോ മറ്റു രീതിയിലുള്ള വിഷയങ്ങൾ മാറിയാൽ വരുന്നതിനെ സംബന്ധിച്ചിടത്തോളം അത് മുഖ്യമന്ത്രിയാണ് എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് തീരുമാനിക്കേണ്ടത്. SP R സുകേശൻ സമർപ്പിച്ച തുടരന്വേഷണ റിപ്പോർട്ട് ഈ വരുന്ന ശനിയാഴ്ച പ്രത്യേക വിജിലൻസ് കോടതി പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
ബാർ കേസിൽ കെ എം മാണിയെ വിശുദ്ധനാക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്ന് പിണറായി വിജയൻ. എന്നാൽ ബാർ കോഴക്കേസിൽ പ്രലോഭനങ്ങൾക്കും വാഗ്ദാനങ്ങൾക്കും വഴങ്ങിയാണ് വിജിലൻസ് SP സുകേശൻ തുടരന്വേഷണ റിപ്പോർട്ട് കെ എം മാണിക്ക് അനുകൂലമായി തിരുത്തി നൽകിയതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. നേരത്തെ ഉള്ളതിൽ നിന്നും ഇത്തരത്തിലൊരു മലക്കം മറിച്ചൽ വന്നത് കൃത്യമായ സമ്മർദ്ദത്തിൻ്റെ ഫലമാണ് എന്ന് തന്നെ കാണും. അല്ലാതെ ഒരു നീതിയുക്തമായ നിഷ്പക്ഷമായ അന്വേഷണത്തിലൂടെ വന്ന റിപ്പോർട്ടല്ല അത് എന്നേ കാണാൻ പറ്റും. അപ്പോൾ ഇക്കാര്യത്തിൽ നേരത്തെ മുതൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ട്. അത് കെ എം മാണിയെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നറിയാനുണ്ടായിട്ടുള്ളത്. കേരളത്തിലെ ജനങ്ങളാകെ പരിഹസിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഈ ഗവൺമെൻറ് സ്വീകരിച്ച നടപടി. അതുകൊണ്ട് തന്നെ ആ കാര്യം ജാതിയെ ഒരു തരത്തിലും ബാധിക്കുന്നതല്ല. ജാതിയുടെ പ്രസക്തി നല്ല രീതിയിൽ ജനങ്ങൾ തിരിച്ചറിയുന്നുമുണ്ട്. അഴിമതി കാണിക്കുന്ന എല്ലാവർക്കും സംരക്ഷണം കിട്ടുന്നൊരു ഭരണമായി ഉമ്മൻചാണ്ടി ഭരണം മാറിയിരിക്കുകയാണ്. അതാണ് അഴിമതി കേസിൽ പ്രതിയായി കെ എം മാണിക്കെതിരായി രജിസ്റ്റർ ചെയ്ത കേസ്. അതിൽ തയ്യാറാക്കിയിട്ടുള്ള കുറ്റവിചാരണ ചെയ്യേണ്ടതാണ് എന്ന് നിലപാട് സ്വീകരിച്ച വിജിലൻസ് SP കോടതി നിർദ്ദേശപ്രകാരം തുടരന്വേഷണം നടത്തിയപ്പോൾ നേരത്തെ അദ്ദേഹം തന്നെ കണ്ടെത്തിയതിന് വിരുദ്ധമായിട്ടുള്ള വാദമുഖങ്ങളുമായി രംഗത്ത് വന്നത് കേസ് അട്ടിമറിക്കാൻ ഗവൺമെൻറ് ഇടപെട്ടു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. മാണിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് സമർപ്പിച്ച റിപ്പോർട്ട് അത് വിജിലൻസ് SPക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളുടെയും പ്രലോഭനങ്ങളുടെയും ഫലമായി തട്ടിപ്പടച്ചുണ്ടാക്കിയ ഒരു റിപ്പോർട്ടാണ്. പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന നവകേരള യാത്രയ്ക്ക് നാളെ കാസർഗോഡ് ഉപ്പളയിൽ തുടക്കമാകും. കാസർകോട്ടെ എൻഡോസൾഫാൻ ദുരിത മേഖലകൾ പിണറായി വിജയൻ ഇന്ന് സന്ദർശിച്ചു. ദുരിതപർവം താണ്ടുന്ന കാസർകോട്ടെ എൻഡോസൾഫാൻ പീഡിതർക്ക് ജനകീയ നേതാവിന്റെ സാന്നിധ്യവും ആശ്വാസവചനങ്ങളും പ്രതീക്ഷയും ആത്മവിശ്വാസവും പകർന്നു. കാസർഗോഡ് ഉപ്പളയിൽ നിന്നും ആരംഭിക്കുന്ന നവകേരള മാർച്ചിന്റെ ഭാഗമായാണ് സാന്ത്വനവുമായി പിണറായി വിജയൻ എൻഡോസൾഫാൻ ദുരിത ഗ്രാമങ്ങളിലെത്തിയത്. കഷ്ടപ്പാടുകളുടെ നെരിപ്പോടിൽ എരിഞ്ഞടങ്ങുന്ന കുട്ടികളും യുവതീ യുവാക്കളും വൃദ്ധരുമടങ്ങുന്ന ദുരിതബാധിതരെ വീടുകളിലും ബഡ് സ്കൂളുകളിലും അവർ കൂട്ടത്തോടെ എത്തിയ കേന്ദ്രങ്ങളിലും പിണറായി സന്ദർശിച്ചു. അവരുടെ പരാതികളും പ്രയാസങ്ങളും ശ്രദ്ധാപൂർവം ശ്രവിച്ച പിണറായി നിവേദനങ്ങളും സ്വീകരിച്ചു. എൻമകജെ, ബെള്ളൂർ, കാറടുക്ക, മുളിയാർ ഗ്രാമപഞ്ചായത്തുകളിലാണ് പിണറായി CPIM നേതാക്കൾക്കും ജനപ്രതിനിധികൾക്കും ഒപ്പം ദുരിതബാധിതരെ സന്ദർശിച്ചത്. പ്രശ്നപരിഹാരത്തിന് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും LDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ആശ്വാസ നടപടികൾ സ്വീകരിക്കുമെന്നും പിണറായി ദുരിതബാധിതരോട് പറഞ്ഞു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ UDF സർക്കാർ അവഗണന കാട്ടുന്നതായും LDF അധികാരത്തിലെത്തിയാൽ പ്രത്യേക പരിഗണനയോടെ പ്രശ്നപരിഹാര നടപടി സ്വീകരിക്കുമെന്നും പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇപ്പോഴുള്ള ചികിത്സ ഫലപ്രദമാക്കുക, അപ്പം തുടർ ചികിത്സക്ക് സൗകര്യമൊരുക്കണം. ഇവിടെയാണ് മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനത്തിൻ്റെ പ്രസക്തി വരുന്നത്. ആ മെഡിക്കൽ കോളേജിൽ ഈ രോഗികളുടെ പ്രത്യേക പരിചരണത്തിനുള്ള പ്രത്യേക സംവിധാനവും ഒരുക്കാൻ കഴിയണം. അക്കാര്യത്തിൽ വലിയ പുരോഗതി ഉണ്ടായിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഒരു സംശയവുമില്ല, ഈ കാര്യത്തിലെല്ലാം ദ്രുതഗതിയിൽ തന്നെ പരിഹാരം കാണാനുള്ള നടപടികൾ സ്വീകരിക്കും. P. കരുണാകരൻ MP, ഉദുമ MLA K. കുഞ്ഞിരാമൻ, CPIM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ തുടങ്ങിയവരും പിണറായിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇരിങ്ങാലക്കുട ക്രെഡിറ്റ് ആൻഡ് ലീസിംഗ് കമ്പനി ലിമിറ്റഡിന്റെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് പുതുവത്സര ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഗവൺമെന്റ് ചീഫ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം നിർവഹിച്ചു. MLA-മാരായ C. രവീന്ദ്രനാഥ്, ഗീതാ ഗോപി, ICL MD-യും CEO-യുമായ KG അനിൽകുമാർ, GM ഉമ അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ICL ചെയർമാൻ KK വിൽസൺ അധ്യക്ഷത വഹിച്ചു. കലാ സാംസ്കാരിക പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. മകരവിളക്കിന് ഒരു ദിനം മാത്രം ശേഷിക്കെ ശബരിമലയിലേക്ക് തീർത്ഥാടക പ്രവാഹം. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരടക്കം തീർത്ഥാടകർ സംഘങ്ങളായാണ് സന്നിധാനത്തെത്തുന്നത്. പർണശാലകൾ കെട്ടി ഒട്ടേറെ ഭക്തർ സന്നിധാനങ്ങളിലും പരിസരങ്ങളിലും തമ്പടിച്ചിരിക്കുകയാണ്. ശബരിമലയിലേക്ക് തീർത്ഥാടക പ്രവാഹം തുടരുകയാണ്. ഭക്തസഹസ്രങ്ങളാണ് മകരവിളക്ക് ദർശിക്കാനായി സന്നിധാനത്ത് കാത്തിരിക്കുന്നതും. മകരവിളക്ക് ദർശനത്തിനായി തിങ്കളാഴ്ച മുതൽ എത്തി തുടങ്ങിയ തീർത്ഥാടകർ ശബരിമലയിൽ പർണശാലകൾ തീർത്ത് കാത്തിരിക്കുകയാണ്. മകരവിളക്ക് ദർശനം ലഭിക്കുന്ന പാണ്ടിത്താവളത്തും മറ്റ് ഉയർന്ന ഭാഗങ്ങളിലുമാണ് കൂടുതലായും ഭക്തർ താൽക്കാലിക കൂടാരങ്ങൾ കെട്ടി താമസിക്കുന്നത്. മലയാളികളെക്കാൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് പർണശാലകളിൽ കഴിയുന്നവരിലേറെയും.
അതേസമയം മകരവിളക്കിനോടനുബന്ധിച്ച ശബരിമലയിൽ കൂടുതൽ പോലീസ് സേനാംഗങ്ങളെ വിന്യസിച്ചു. സന്നിധാനത്തും പരിസരങ്ങളിലുമായി 4000 പോലീസുകാരെ നിയോഗിച്ചതായി ADGP K. പത്മകുമാർ പറഞ്ഞു. ഉദ്ദേശം 4000 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സന്നിധാനത്തും മറ്റ് പരിസര പ്രദേശങ്ങളുമായി വിന്യസിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ പമ്പയില് 2000 പോലീസ് ഉദ്യോഗസ്ഥന്മാർ, പുൽമേട്ടിൽ 1500 പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അതുകൂടാതെ മകരജ്യോതി ദർശനം നടത്തുന്ന മറ്റ് സ്ഥലങ്ങൾ 300ഓളം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം തീർത്ഥാടകരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടത്തിവിടില്ല. നാളെ പുലർച്ചെ 1:27 മകരസംക്രമ പൂജ. വൈകിട്ട് 5 മണിയോടെ തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തെത്തും. തിരുവാഭരണങ്ങൾ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധന നടത്തുന്നതോടെ പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയും. ക്യാമറാമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം ജിതിൻ ചന്ദ്രൻ, സന്നിധാനം. ചന്ദ്രബോസ് വധക്കേസിൽ വിധി പറയുന്നത് തടയണമെന്ന മുഖ്യപ്രതി മുഹമ്മദ് നിസാമിന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളി. വിചാരണ കോടതി വിധിയിൽ എതിർപ്പുണ്ടെങ്കിൽ അപ്പോൾ മേൽക്കോടതിയെ സമീപിക്കാമെന്നും സുപ്രീം കോടതി പറഞ്ഞു. മെമ്മറി കാർഡ്, CD തുടങ്ങിയ തെളിവുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും നിസാം ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. വിചാരണ കാലാവധി നീട്ടണമെന്ന നിസാമിന്റെ അപേക്ഷ നേരത്തെ സുപ്രീം കോടതി തള്ളിയിരുന്നു. ഈ മാസം 20-നാണ് തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതി ചന്ദ്രബോസ് വധക്കേസിൽ വിധി പറയുന്നത്.